അസംബ്ലി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് CPOമാരുടെ ഒരു സമരം നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പോലീസ് സേന 15% വനിതാ പോലീസ് ഉണ്ടാവും, ശക്തിപ്പെടുത്തുമെന്ന്. പക്ഷെ കഴിഞ്ഞ വർഷം കിട്ടിയത്രയും പോലും ഇപ്രാവശ്യം പോസ്റ്റിംഗ് കിട്ടിയില്ല എന്നുള്ളതാണ്. അതന്നെയാണ് CPOക്കാരുടെ അവസ്ഥ. അവർ വലിയ പ്രതിഷേധത്തിലാണ്. ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും നിയമനം കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം, റാങ്ക് ലിസ്റ്റിലുള്ള സാധാരണ നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നിയമനം കിട്ടൂവെന്ന്. അത് കഴിഞ്ഞ് ധാരാളം പേർ നിയമനം കിട്ടാത്തവരായിട്ടുണ്ടാവും. അപ്പോൾ അവർ അതൃപ്തി രേഖപ്പെടുത്തുകയും നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരു സർക്കാരിനും നിയമിക്കാൻ കഴിയില്ല. കാരണം ഒഴിവുള്ള സ്ഥാനത്തെ നിയമിക്കാൻ പറ്റും. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഒഴിവ് എത്രത്തോളം കണക്കാക്കാൻ പറ്റും അത് മുഴുവൻ കണക്കാക്കി അവർക്ക് നിയമനം നൽകുകയാണ്. അതിലൊരു തരത്തിലുള്ള വീഴ്ചയും സർക്കാർ വരുന്നില്ല എന്ന് ഉറപ്പ് വരുന്നുണ്ട്. അതെല്ലാം പിന്നെ നിങ്ങൾ പറയുന്നതല്ലേ, അവരുടെ പരാതികളുടെ ഭാഗമായിട്ട് കാണേണ്ട കാര്യം ഈ കാര്യത്തിൽ ആവശ്യമായ എല്ലാ ഉറപ്പും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും അത് നിയമനമായി മാറുന്ന കാര്യത്തിലും ആവശ്യമായ നടപടികളെല്ലാം സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അതിനകത്തൊരു തരത്തിലുള്ള ചാഞ്ചല്യവും ഉണ്ടാകില്ല, അതേ നില തന്നെ സ്വീകരിച്ചു പോകും. അല്ല, അതിൽ കാണേണ്ട കാര്യം ഈ സാധാരണഗതിയിൽ സുപ്രീം കോടതിക്കെതിരെയുള്ള ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, നമ്മൾ കാണണം. അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായി എടുത്തൊരു നിലപാടായിരിക്കാമെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ഏതായാലും ആ നിലപാടിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ പഴയ ഗവർണർ പോലെയല്ല പുതിയ ഗവർണർ, നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ സഹകരിച്ച് പോകുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ യഥാർത്ഥ സമയത്ത് വരുമ്പോൾ നിങ്ങളെ അറിയിക്കുമല്ലോ, അത് മതി. ഇപ്പോഴത്തെ നിലയിലൊന്നുമില്ലല്ലോ. ശരി.